Dear children, welcome to Kids Area Online. ഒന്നാം ക്ലാസ്സിൽ ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നില്ലേ എല്ലാവർക്കും? യെസ്, ഈസി ആയിരുന്നു. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റോബോട്ടും കൂട്ടുകാരും. നമ്മുടെ കുട്ടികൾ പാർക്കിൽ കളിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ? പാർക്കിൽ കളിക്കുകയായിരുന്നു. നമ്മൾ വിവരണമൊക്കെ എഴുതിയില്ലേ? ആ പാർക്കിൽ നിന്നും കുട്ടികൾ തിരിച്ച് പാർക്കിന് പുറത്തേക്ക് വന്നപ്പോ അവിടെ ഒരാൾ നിപ്പുണ്ട്. ആരാ? റോബോട്ട്. ആരാണിത്? റോബോട്ട്. റോബോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പൊ എന്തായിരിക്കും ഇവർ പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടികൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞങ്ങൾ പാർക്കിൽ നിന്നും വരികയാണ്. എവിടെ നിന്നാ വരുന്നേ? ഞങ്ങൾ പാർക്കിൽ നിന്നും വരികയാ. അപ്പൊ റോബോട്ട് ചോദിക്കും, പാർക്കിലാണോ? നിങ്ങൾ ഊഞ്ഞാല അടിയോ? അവിടെ എന്തൊക്കെയുണ്ട്? പാർക്കിൽ എന്തൊക്കെയുണ്ട്? നിങ്ങൾ എന്തൊക്കെയാ കളിച്ചത്? അപ്പോൾ അവരതിൻ്റെ മറുപടി പറയും. അവിടെ വേറെ എന്തൊക്കെ കണ്ടായിരുന്നു? അപ്പോൾ അവർ അതിന് മറുപടി പറയും. അങ്ങനെ പരസ്പരമുള്ള കോൺവേഴ്സേഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ദേ പറയുന്നുണ്ടാവാം, ഞങ്ങൾ പാർക്കിൽ കളിച്ച് വരികയാണ്. അപ്പോൾ റോബോട്ട് അടുത്ത് ചോദിക്കും, റോബോട്ടോട്, നീ ആരാണ്? ഞാൻ റോബോട്ട്. റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇഷ്ടമുള്ള, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ഇങ്ങനെ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. 7ാമത്തത് ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വാഹനങ്ങളുടെ ഉപയോഗം. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പൊ ട്രാക്ടർ എന്താ ചെയ്യുക? നിലം ഉഴുതുമറിക്കും. ഇതാരാണ്? JCB അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം. അതിനെന്താ എന്താ ചെയ്യുക? മണ്ണ് നീക്കം ചെയ്യും. ഇന്നലെ ടീച്ചർ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? മണ്ണ് നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ കുഴിയെടുക്കാൻ ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നത്? മണ്ണുമാന്തി യന്ത്രം അല്ലെങ്കിൽ JCB ഉപയോഗിക്കുന്നത് മണ്ണ് നീക്കം ചെയ്യാൻ. ഓക്കെ. ബസ് എന്തിനായിരുന്നു? യാത്ര ചെയ്യാൻ. ബസ് എന്തിനാണ്? യാത്ര ചെയ്യാൻ. ബസ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലോറി എന്തിനാ? സാധനങ്ങൾ കൊണ്ടുപോകാൻ. സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാൻ. സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാൻ. സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാനാണ് എന്തുപയോഗിക്കുന്നത്? ലോറി ഉപയോഗിക്കുന്നത്. ഓക്കെ. തീവണ്ടി. തീവണ്ടി എന്തിനാണ്? ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. ദൂര സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനാണ് എന്താ? തീവണ്ടി. ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ് തീവണ്ടി. ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ്
തീവണ്ടി. ഓക്കെ, ഇനി ആംബുലൻസ്. ആംബുലൻസ് എന്തിനാ? രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ആംബുലൻസ്. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ആംബുലൻസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ചോദ്യം കറക്റ്റ് ആയിട്ട് എഴുതി. ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ഇതിൽ തീവണ്ടി പോയിട്ട് ബാക്കി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എഴുതിയല്ലോ? യെസ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം എന്താ? മധുരവും പുളിയും. ഇത് ടീച്ചർ പറഞ്ഞു തന്നു. മധുരം, പുളി, കയ്പ് ഉള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ഇതിൽ മധുരം ഏതൊക്കെയാണ്, പുളി ഏതൊക്കെയെന്നാണ് പറയുന്നത്. പഠനയാത്ര പോയപ്പോ ദേയും കൂട്ടുകാരെന്ത് ചെയ്തു? അവിടുന്ന് ആഹാരം കഴിച്ചു. അവിടെ വെച്ചിരുന്ന ആഹാരം കഴിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് കിട്ടിയത് മധുരമുണ്ട്, അപ്പൊ വേറൊരാൾ പറഞ്ഞു എനിക്ക് കിട്ടിയത് പുളിയുള്ളതാ. അപ്പൊ അവിടെയുള്ള സാധനങ്ങൾ അവർ എന്ത് ചെയ്തു? പഠനയാത്രയ്ക്ക് പോയപ്പോൾ അവിടെയുള്ള സാധനങ്ങൾ അവർ തരംതിരിച്ചു. മധുരമുള്ളവയും അതുപോലെ പുളിയുള്ളവയും തരംതിരിച്ചു. മധുരമുള്ളവ എന്തൊക്കെയാണ്? ലഡു മധുരമുള്ളതാണ്. ഉണ്ണിയപ്പം മധുരമുള്ളതാണ്. പായസം മധുരമുള്ളതാണ്. ഇലയട മധുരമുള്ളതാണ്. ആപ്പിൾ മധുരമുള്ളതാണ്. ഇനി പുളിയുള്ളവ എന്തൊക്കെയാ? അച്ചാർ പുളിയാണ്. അച്ചാർ പുളിയുള്ളവയാണ്. ഇനി ഓറഞ്ചിന് എന്താ? പുളിയുണ്ട്. ഓറഞ്ച് പുളിയുണ്ട്. മാങ്ങ പച്ച മാങ്ങ പുളിയുണ്ട് കേട്ടോ. ചില മാങ്ങകൾ പുളിയുണ്ട്, ചില മാങ്ങകൾ മധുരമുണ്ട്. അപ്പോൾ രണ്ടിലെഴുതിയാലും കുഴപ്പമില്ല, ടീച്ചർ മാർക്ക് തരൂ കേട്ടോ. 10 എണ്ണം അല്ലെങ്കിൽ 9 എണ്ണം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മാങ്ങയുണ്ട്. ഇനി മോരെന്താ? പുളിയാണ്. പച്ചമാങ്ങ പുളിയാണ് കേട്ടോ. രസം പുളിയാണ്. ഇതൊക്കെ ടീച്ചർ ഇന്നലെ പറഞ്ഞു. തൈര്, രസം, പച്ചമാങ്ങ, അച്ചാർ, ഓറഞ്ച്, ഇതൊക്കെ ടീച്ചർ പറഞ്ഞു. ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതിയായിരുന്നോ? യെസ്. 9ാമത്തെ ചോദ്യം നോക്കാവോ? ഡയറിയാണ്. ഡയറി എഴുതാൻ അറിയാലോ? എങ്ങനെയാ ഡയറി എഴുതുക? ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സ്കൂളിൽ പോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറി എഴുതാനായിരുന്നു ഇന്നലത്തെ നിങ്ങളുടെ ഡയറി. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ടീച്ചറുടെ ഡയറി പറഞ്ഞുതരാം. എങ്ങനെയാ? ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സ്കൂളിൽ പോയി. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ എനിക്കൊരു വലിയ സർപ്രൈസ് തന്നു. എനിക്കേറെ ഇഷ്ടപ്പെട്ട ക്രയോണും കളറിംഗ് ബുക്കും അച്ഛൻ വാങ്ങി തന്നു. ആ ബുക്കിലെ ചിത്രങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എല്ലാ ചിത്രങ്ങൾക്കും ഭംഗിയായി നിറം കൊടുത്തു തുടങ്ങി. ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ദിവസമാണ്. അച്ഛന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് ഡയറി എഴുതാം. ഓക്കെ. 10ാമത്തേത് ഏതാ? പച്ചക്കറികൾ ഏതെല്ലാം? ഇതിൽ ദേയും കൂട്ടുകാരും ആഹാരം കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് പച്ചക്കറിയെ തരംതിരിച്ചു. ഇതിൽ ഏതൊക്കെയാണ് പച്ചക്കറികൾ? പച്ചക്കറികൾ ഏതൊക്കെയാ? ഫസ്റ്റ് ഏതാ? പാവയ്ക്ക പച്ചക്കറിയാണ്. പയർ പച്ചക്കറിയാണ്. വെള്ളരി പച്ചക്കറിയാണ്. വഴുതന പച്ചക്കറിയാണ്. പച്ചമുളക് പച്ചക്കറിയാണ്. തക്കാളി പച്ചക്കറിയാണ്. വെണ്ട പച്ചക്കറിയാണ്. ഇതിൽ പച്ചക്കറി അല്ലാത്തത് അരി പച്ചക്കറിയല്ല, ഗോതമ്പ് പച്ചക്കറിയല്ല, കടല പച്ചക്കറിയല്ല. അരി, ഗോതമ്പ്, കടല ഇത് മൂന്നും പോയിട്ട് ബാക്കിയെല്ലാം പച്ചക്കറിയാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയായിരുന്നോ? കറക്റ്റായിട്ട് എഴുതിയായിരുന്നോ? യെസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 1ാം ക്ലാസ്സിലെ ഇന്നത്തെ ഇൻ്റഗ്രേഷൻ ഡേ 1 ചോദ്യപേപ്പർ. വളരെ ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് വൈകിട്ട് ക്ലാസ്സുമായിട്ട് ടീച്ചർ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. സ്കോളർ എക്സാമിൻ്റെ കാര്യം എല്ലാവരും ഓർമ്മിക്കുക. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്.
നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.